ഇതെന്താണെന്നറിയോ? ഇതാണ് ഓടപ്പൂവ്. ഇത് കഴിഞ്ഞ വർഷം വൈശാഖോത്സവത്തിന് കണ്ണൂരുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. വീണ്ടും ഒരു വൈശാഖോത്സവം കൂടി വരികയാണ്. ഈ വർഷം 2025 ജൂൺ 8 മുതൽ ജൂലൈ 4 വരെ, അതായത് ഇടവ മാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയുള്ള 28 ദിവസമാണ് വൈശാഖോത്സവം നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു. ആ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇത്തവണ പോകാൻ പറ്റുകയാണെങ്കിൽ പോകാം. എന്നാണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലവും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കഥകളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് കൊട്ടിയൂരിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ വിനോദാണ്, വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ ഈ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ വീഡിയോയിലേക്ക്. കൊട്ടിയൂർ എത്തണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 65 കിലോമീറ്റർ ഉണ്ട് കൊട്ടിയൂരിലേക്ക്. കണ്ണൂരാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനും ഏറ്റവും അടുത്ത എയർപോർട്ടും ഉള്ളത്. കണ്ണൂരിൽ നിന്നും മട്ടന്നൂർ, പേരാവൂര്, നെടുമ്പൊയിൽ, കേളകം, കൊട്ടിയൂർ ആണ് കൊട്ടിയൂർ എത്തുന്നത്. ധാരാളം ബസ്സുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനം ഉപയോഗിച്ചും കൊട്ടിയൂരെത്താം. ഈ 28 ദിവസം ഇവിടെ ഭയങ്കര ഉത്സവമാണ്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു ഉത്സവം നടക്കുന്ന ക്ഷേത്രവുമാണ് ഈ വടക്കേ മലബാറിലെ കൊട്ടിയൂർ. ഇനി കൊട്ടിയൂരിൻ്റെ കഥകളിലേക്ക് പോയി കഴിഞ്ഞാൽ 2 ക്ഷേത്രങ്ങളുണ്ട്, അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. അക്കരെ കൊട്ടിയൂരാണ് ഈ പറഞ്ഞ വൈശാഖോത്സവം നടക്കുന്നത്. ഇക്കരെ കൊട്ടിയൂര് ഈ 28 ദിവസം ഉത്സവം നടക്കുന്ന 28 ദിവസം നട തുറക്കാറില്ല, ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നട തുറക്കാറുള്ളൂ. അക്കരെ ഈ കാണുന്നതാണ് ബാവലിപ്പുഴ. ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി അക്കരയും ഇക്കരയുമായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയിൽ മുങ്ങി നിവർന്ന ക്ഷേത്രത്തിൽ ആണ് നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഇത് ഈ നമ്മൾ ബാവലിപ്പുഴ ക്രോസ് ചെയ്ത്, വവ്വാലി തോടെന്നും പറയാറുണ്ട്, ബാവലിപ്പുഴ ക്രോസ് ചെയ്ത് നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തി. ധാരാളം ഭക്തജനങ്ങൾ, അതായത് ഭയങ്കര തിരക്കാണ്. ഇത് 2024 ജൂൺ മാസത്തിൽ പോയതാണ്. ഈ ജൂൺ 7-നോ 8-നോ ആണ്, 7-നായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് എടുത്ത വീഡിയോകളാണ് ഇത് ഭഗവാനെ തൊഴുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഈ ക്യൂവിന് ഇടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആനയെ കാണാം. ഇവിടെ ഉത്സവത്തിന് 2 ആനകളെയാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് ഭഗവാനും ഒന്ന് ഭഗവതിക്കും. ഇനി കൊട്ടിയൂരിൻ്റെ ഐതിഹ്യത്തിലേക്ക് പോയാൽ പരമശിവന്റെ ഭാര്യയായിരുന്ന സതീദേവിയുടെ പിതാവ് ദക്ഷൻ അദ്ദേഹം ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ സകലമാന ദേവഗണങ്ങളെയും വിളിച്ചു പരമശിവനെ ഒഴിവാക്കി. ഇതിൽ അങ്ങനെ എല്ലാ ദേവഗണങ്ങളും കൂടിയ ഊരാണ് കൊട്ടിയൂരായി മാറിയെന്നൊരു ചൊല്ലുണ്ട് കേട്ടോ. ഈ കാണുന്നത് കയ്യാലകളെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വരുന്ന എല്ലാ ക്ഷേത്ര ഊരായ്മക്കാരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, എല്ലാ ജാതി മതസ്ഥരും ഉണ്ട് കേട്ടോ. ജാതിക്കാരും ഉണ്ട് ഇതിനകത്ത്, മതസ്ഥരല്ല, എല്ലാ ജാതിക്കാരുണ്ട്. കുറിച്യര് മുതൽ, അതായത് വനവാസികൾ മുതൽ ബ്രാഹ്മണർ വരെയുള്ള ആൾക്കാർക്ക് ഇവിടെ സ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെ ദക്ഷയാഗത്തിൽ വിളിച്ചില്ലെങ്കിലും സതീദേവി പങ്കെടുത്തു. പക്ഷേ അവിടെ വന്നപ്പോൾ ദക്ഷൻ ശിവനെ, അതായത് സതീദേവിയുടെ ഭർത്താവിനെ വളരെയധികം ആക്ഷേപിച്ചു. അതിൽ മനം നൊന്ത് സതീദേവി അവിടെ യാഗാഗ്നിയിൽ ചാടി ജീവൻ ഒടുക്കി എന്നാണ് കഥ. ഇതറിഞ്ഞ് കോപിഷ്ഠനായ ശിവൻ അദ്ദേഹത്തിന്റെ ജട വലിച്ചെറിയുകയും ആ ജടയിൽ നിന്നും വീരഭദ്രൻ ഉണ്ടാകുകയും വീരഭദ്രൻ ഈ സ്ഥലത്ത് വന്ന് താണ്ഡവ നൃത്തമാടുകയും ദക്ഷന്റെ താടി വലിച്ചു പറിച്ച് കഴുത്ത് വെട്ടി ദൂരേക്ക് എറിഞ്ഞു എന്നാണ് സങ്കല്പം. അങ്ങനെ വീരഭദ്രന്റെ കോപം ശമിപ്പിക്കാനായിട്ട് ദേവഗണങ്ങളെല്ലാം കൂടുകയും ദക്ഷയാഗം പൂർത്തിയാക്കാനായിട്ട് നോക്കിയപ്പോൾ ദക്ഷന്റെ തലയുണ്ടായിരുന്നില്ല, പലയിടത്തായിപ്പോയി. അങ്ങനെ അവസാനം ഒരു ആടിൻ്റെ തല വെച്ചിട്ട് യാഗം പൂർത്തീകരിച്ചു എന്നുമാണ് ആ കഥ. ആ യാഗം നടന്ന സ്ഥലമാണ് ഈ കൊട്ടിയൂര്.
ഇനി ഈ ക്ഷേത്രത്തിന് പരിധികളില്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഇത് എന്നാണ് ഉണ്ടാക്കിയത് എന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. പരശുരാമൻ്റെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയിരുന്നു. അന്ന് പൂജകൾ അദ്ദേഹം അത് റെഗുലറൈസ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഏറെക്കാലം വീണ്ടും വിസ്മൃതിയിലാണ്ടുപോയി. പിന്നീട് ശങ്കരാചാര്യരുടെ കാലത്ത് വീണ്ടും ഇതിന് പുതിയ അല്ലെങ്കിൽ പുതിയ പൂജാക്രമങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ കൊട്ടിയൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഈ പൂജാവിധികൾ പൂർത്തിയാക്കാറില്ല. എല്ലാ വർഷവും കഴിഞ്ഞ വർഷം എവിടെയാണോ നിർത്തിയത് അതിൻ്റെ ബാക്കിയായിട്ടാണ് പൂജകൾ തുടങ്ങുന്നത്. അങ്ങനെ വളരെ പ്രത്യേകതകളുള്ള പൂർണ്ണമായും ബ്രാഹ്മണിക്കലല്ലാത്ത പൂജകളാണ് ഇവിടെയെന്നും പറയാം. നെയ്യാട്ടത്തോടു കൂടിയാണ് ഇവിടെ പൂജകൾ ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ കാണുന്ന ഒരു കുളത്തിനകത്താണ് ഈ വെള്ളത്തിൽ ചവിട്ടി വേണം, അല്ലെങ്കിൽ മഴ നനഞ്ഞു വേണം ക്ഷേത്ര ഭഗവാനെ ദർശിക്കാൻ എന്നാണ് പറയുന്നത്. കാരണം ഈ വെള്ളത്തിന് രുദ്രച്ചിറ എന്നാണ് പറയുന്നത്. കാരണം രക്തം വീണ് പുഴയായത് മാറിയതായിട്ടാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെ ഈ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര്. ഭഗവതി ഇരിക്കുന്ന സ്ഥലത്തിന് അമ്മാറക്കൽ എന്ന് പറയും. അമ്മാറക്കൽ എന്ന് പറഞ്ഞാൽ അമ്മ മാറാത്ത കല്ല് എന്നാണ് പറയപ്പെടുന്നത്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കൊട്ടിയൂർ കേട്ടോ. അത് തന്നെയല്ല, ഈ 28 ദിവസമല്ലാതെ ഈ പ്രദേശത്തേക്ക് ആർക്കും പ്രവേശനവുമില്ല. അപ്പോൾ 28 ദിവസം മാത്രമാണ് ഈ കയ്യാലകൾ ഇവിടെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇതെല്ലാം പൊളിച്ചു മാറ്റുകയാണ് ചെയ്യുക. കഴിഞ്ഞ വർഷം എടുത്തതായതുകൊണ്ട് കൂടുതൽ വിശദമായ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ വർഷം സാധിക്കുമെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് ഒരിക്കൽ കൂടി പോവാം, വിശദമായ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ ഐതിഹ്യങ്ങൾ അറിയുന്നവർ ഇതിന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാം, ഈ വർഷം ജൂൺ 8 മുതലാണ് ജൂലൈ 4 വരെയാണ് ഉത്സവം നടക്കുന്നത്. അതിൽ കുറച്ച് ദിവസങ്ങൾ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അവസാന ഭാഗത്ത് അത് പൂജകളുടെ ചില പ്രത്യേകതകൾ കൊണ്ടാണ്. ജൂൺ 30 മുതൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ അതനുസരിച്ച് പോകുന്നവർ പോവുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്ര അനുഭവമാണിത്. കൊട്ടിയൂർ വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം നമുക്ക് ദർശിക്കാവുന്ന, അതായത് തെക്കൻ കേരളത്തിൽ നിന്ന് ചെല്ലുന്നവർക്ക് ദർശിക്കാവുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. കൊട്ടിയൂരിന് ഒരു 10, 25, 30 കിലോമീറ്റർക്കുള്ളിൽ ദർശിക്കാൻ പറ്റിയ കുറേ ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചില ക്ഷേത്രങ്ങളുടെ പേര് ഞാൻ പറയാം. മുഴുക്കുന്നത്ത് മൃദംഗശൈലേശ്വരി ക്ഷേത്രം, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, പിന്നെ എല്ലാവർക്കും അറിയുന്ന പറശ്ശിനിക്കടവും. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾക്ക് സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കൊട്ടിയൂരേക്കുള്ള യാത്ര. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ കൊട്ടിയൂരെക്കുറിച്ച് കൂടുതൽ ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ അറിയാവുന്നവർ, ചരിത്രങ്ങളൊക്കെ അറിയാവുന്നവർ അത് കമൻ്റായിട്ടിട്ടാൽ നന്നായിരിക്കും. ഈ കാണുന്നതാണ് ഓടപ്പൂവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓടപ്പൂവ് വാങ്ങിക്കാതെ ആൾക്കാർ പോകാറില്ല. ഇത് ദക്ഷൻ്റെ താടിയായിട്ടാണ് കരുതപ്പെടുന്നത്. ഒരു വർഷക്കാലം വീട്ടിൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ് സങ്കല്പം. അപ്പം ഇവിടെ ദർശനത്തിന് വരുന്നവരെന്താണേലും ഈ ഓടപ്പൂവ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് മുള അല്ലി ഉണ്ടാക്കുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. ഇതാണ് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെയും ദർശനം നടത്തി നമുക്ക് പിരിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഭഗവാനില്ല, ഭഗവാൻ അക്കരെയാണ്.